ഒരു കേസിന് പുറകെ മറ്റൊരു കേസ് വരിക മാത്രമല്ല, നമ്മളും ബെയിലിനെ അപേക്ഷിച്ച ദിവസം തന്നെ അന്ന് രാവിലെ തന്നെ അവർ പുതിയ കേസ് കൊടുക്കുക. അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മളിത് അവസാനിപ്പിക്കുക. ഇങ്ങനെ ഒരാൾ നിലനിൽക്കുന്നില്ല എന്നുള്ളത് വരുത്തി തീർക്കുക, മൊത്തത്തിൽ അവരുടെ കുടുംബത്തെ തന്നെ ഇല്ലാണ്ടാക്കുക എന്നുള്ള രീതിക്കാണല്ലോ വരുന്നത്. അച്ഛൻ്റെ അവസ്ഥ പറയാണ്ടിരിക്കുകയാണ് വേറെ. കാരണം വെച്ചാൽ ആള് 2 തവണ അറ്റാക്കും ഇതൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ TV വെച്ച് നോക്കുമ്പോൾ തന്നെ മകനെ കുറിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ ഓരോ ദിവസം ഓരോന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ പറയണ്ടല്ലോ, ചേട്ടന് മനസ്സിലാവുമല്ലോ. റാപ്പർ വേടനെതിരായ കേസ് ഗൂഢാലോചനയെന്ന് കുടുംബം. അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നു. വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമം നടക്കുന്നെന്നും പരാതി. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ വേടൻ തന്നെ കോടതിയിൽ പറഞ്ഞതാണ് തനിക്കെതിരെ ഗുരുതരമായ ഗൂഢാലോചന നടത്തുന്നുണ്ട്, അതിൽ ചില ആളുകളുണ്ട്, അതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്ന്. ഇതിന് പുറകെയാണ് ഇപ്പോൾ വേടന്റെ കുടുംബം തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് മറ്റ് 2 പരാതികൾ മുഖ്യമന്ത്രിക്ക് നേരിട്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു